നമസ്തേ. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ കർമാനോസ് നിൽക്കുന്നത്. മഹാകാളിക ധർമ്മസ്ഥല. ഇവിടെ ഒരു യാഗം നടക്കുകയാണ്, മഹാകാളിക യാഗം. യാഗബ്രഹ്മനാണ് എന്നോടൊപ്പം ഉള്ളത്. ഇദ്ദേഹത്തെ കർമാനൂസ് പ്രേക്ഷകർക്ക് പരിചിതമാണ്. മുമ്പ് പൗർണമിക്കാവിലെ യാഗത്തിന് മേൽനോട്ടം വഹിച്ചത് ഇദ്ദേഹമാണ്. എന്തായാലും ഈ ക്ഷേത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മണ്ണിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്കത് കേട്ടറിയാം. ആചാര്യ ആനന്ദ് നായർ, അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയും. ആചാര്യൻ, മുമ്പ് നമ്മൾ പല അവസരങ്ങളിലും യാഗത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. യാഗങ്ങൾ ശരിക്കും എന്തിനു വേണ്ടിയാണ് ഭൂമിയിൽ യാഗങ്ങൾ നടത്തേണ്ടത്? യാഗങ്ങൾ ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും നന്മ നൽകുവാൻ പുരാതന കാലത്ത് ഋഷികളാൽ മഹായാഗങ്ങൾ നടന്നിരുന്നു. എല്ലാ പേർക്കും ശാന്തിയും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവാനാണ് യാഗങ്ങൾ നടത്തുന്നത്. അതിൽ ദേവിയുടെ, മഹാകാളികാ ദേവിയുടെ യാഗം, ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം അമ്മയാണ് എന്ന് സങ്കല്പം ചെയ്താണ് മഹായാഗം നടക്കുന്നത്. ഇന്ന് ഇവിടെ ഈ ധർമ്മസ്ഥലയിൽ ഈ മഹാകാളികാ യാഗം നടക്കുമ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, സാധാരണഗതിയിൽ എല്ലാ യാഗങ്ങളും ക്ഷേത്രത്തിന് പുറത്ത് യാഗശാലകളിലാണ്. എന്നാൽ ഇവിടെ യാഗം നടക്കുന്നത് ദേവിയുടെയും ഭഗവാന്റെയും ഒക്കെ മുൻപിലാണ്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഈ യാഗങ്ങൾക്ക് സർവ്വചരാചരങ്ങൾക്ക് നന്മയുണ്ടാകുന്നതോടൊപ്പം ക്ഷേത്ര ചൈതന്യം, ഈ ധർമ്മസ്ഥലയുടെ ദേവീദേവ ചൈതന്യവും അതിഗംഭീരമായ ചൈതന്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒരു യഥാർത്ഥമായൊരു സത്യമാണ്. അങ്ങ് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന അവസരങ്ങളിൽ പറയാറുണ്ടായിരുന്നു, ഒരു മനസ്സിലിങ്ങനെ ഒരു ഈ മഹാകാളികാ യാഗം നടത്തുന്ന ഒരു സ്ഥലം അതിങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നോട് മുമ്പൊരിക്കൽ അങ്ങ് സൂചിപ്പിച്ചിരുന്നു. എങ്ങനെയാണ് ഈ ഒരു പ്രദേശം? അങ്ങ് പറഞ്ഞിരുന്നു എന്നോട്, ഇവിടെ വന്ന് നോക്കുമ്പോൾ അറിയാം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ്, വല്ലാത്തൊരു എനർജി നിറയുന്ന സ്ഥലമാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു സ്ഥലം, ഇങ്ങനൊരു ക്ഷേത്രം ഒക്കെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടത്? ഞാൻ അങ്ങയോട് പറയാം. കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുൻപ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അതിഗംഭീരമായ ദേവീ ചൈതന്യമുള്ള സ്ഥലമാണ്. അങ്ങിപ്പോൾ ഈ ഭൂമിയിൽ നിൽക്കുന്നു, അങ്ങേക്ക് തന്നെ ഇവിടുത്തെ ഒരു ചൈതന്യം എന്താണെന്ന് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ദേവിയുടെ ഭൂമിയാണ്. ഇവിടെ നിലവിൽ എന്താണ് ധർമ്മസ്ഥല എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു അമ്പലമോ ക്ഷേത്രമോ തെക്കതോ കാവോ ഒന്നുമല്ല ഇവിടെ പേര്. ധർമ്മസ്ഥലയാണ്. ഇത് ധർമ്മം വിളയുന്ന അമ്മയുടെ മണ്ണാണ്. ഇവിടെ ദേവതാ സാന്നിധ്യങ്ങൾ നമ്മൾ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമുക്കറിയാം. പിന്നെ ഇവിടുത്തെ വ്യത്യസ്തമായൊരു നിർമ്മിതി, അങ്ങ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും കോൺക്രീറ്റ് സൗധങ്ങൾ നിർമ്മിച്ച് അതിനുള്ളിൽ നമ്മളെ രക്ഷിക്കുന്ന ദൈവങ്ങളെ കൂട്ടി നമ്മൾ വയ്ക്കാറുണ്ട്. എന്നാൽ ഇവിടുത്തെ നിർമ്മാണം ദേവതാ ചൈതന്യങ്ങളെ എല്ലാം അതിൻ്റെ വിധി പ്രകാരം നമ്മൾ ഇരുത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്നിനും തന്നെ ഒരു വാതിലുകൾ നമ്മൾ ഇല്ല. അപ്പോൾ ദേവത നമുക്ക് നേരിട്ടൊരു ഭക്തനും ദേവതയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഹൃദ്യമായ ഒരു അവസ്ഥ ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നു. പിന്നെ ദേവിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അഗ്നിയും, അഭിഷേകവും അന്നവും അഗ്നിയുമാണ്. ഇത് മൂന്നും ഇല്ലെങ്കിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തെ ശുദ്ധീകരിക്കുക, നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അന്നം, ഭക്ഷണം നമ്മൾ നൽകുക, അഗ്നി. വെളിച്ചമില്ലാത്ത ജീവിതത്തെക്കുറിച്ചൊരു മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇവിടെയും ദേവതയ്ക്ക്, ഈ മഹാകാളികാ ദേവിക്ക് ഇത് മൂന്നുമാണ് പ്രധാനം. പിന്നെ എല്ലാ സ്ഥലങ്ങളിലെയും പോലെ ഇവിടെ ദേവതയ്ക്ക് നമ്മളൊരു കൊണ്ടുവരുന്ന നിവേദ്യം എന്ന് പറയുന്നത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇവിടെ ദേവതയ്ക്ക് സമർപ്പിച്ച് മടങ്ങാൻ കഴിയും. പിന്നെ അഗ്നി, ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് എന്ന് പറയുന്നത് അഗ്നിയാണ്. ദേവതയ്ക്ക് അഗ്നി സമർപ്പിക്കണം. അഗ്നി എന്തിനാണ് സമർപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റി വെളിച്ചമാകുവാൻ നമ്മൾ എല്ലാ അമാവാസി നാളുകളിലും ഇവിടെ ദേവിക്ക് അഗ്നി സമർപ്പിക്കുന്നു. ഇത് അമാവാസി നാളുകളിൽ മാത്രം തുറക്കുന്ന ഒരു ക്ഷേത്രമാണ് അല്ലേ? ആ നിലയ്ക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പ്രസക്തി, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അമാവാസി നാളിൽ ദേവതകളെ പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ പൂജിക്കേണ്ടതിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം അങ്ങ് ശ്രദ്ധിച്ചു എന്നിരിക്കും. താഴത്തെ മൺതട്ടിൽ നിന്ന് ഇവിടെ മുകളിലേക്ക് വരുമ്പോൾ അങ്ങ് നോക്കുക, താഴെ കാലകാലേശ്വരൻ്റെ പൂർണ്ണകായമായ ഒരു പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ മഹാകാലേശ്വര ശിവക്ഷേത്രത്തിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഭൂമിയിലേക്ക് ജീവിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ച നമ്മുടെ പിതൃക്കൾക്ക്, ആത്മാക്കൾക്ക് മോക്ഷം നൽകണം. നമ്മുടെ പിതൃക്കൾ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങി. അപ്പോൾ അവരുടെ മോക്ഷകായകനായിട്ടുള്ള ഭഗവാനാണ് താഴെ കാലകാലേശ്വരൻ്റെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത് ദേവി, നമ്മളെ ചിന്തിക്കുക, എപ്പോഴും നമ്മളെല്ലാം പൂർണ്ണമായിട്ടും വെളിച്ചത്തെ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു ഇരുട്ടിന് ശേഷം മാത്രമേ ഒരു വെളിച്ചം ഉണ്ടാവൂ. അപ്പോൾ അമാവാസി നാളിൽ
നമ്മളിവിടെ ദേവതയെ പ്രാർത്ഥിക്കുമ്പോൾ ആ അമാവാസി കഴിഞ്ഞു വരുന്ന അടുത്ത ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം നൽകുന്നു. അതിനാണ് അഗ്നിസമർപ്പണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അമാവാസി പൂജ, ഇവിടുത്തെ ദേവി കാളസർപ്പദോഷ നിവാരണിയായ ദേവിയാണ്. ദേവിക്ക് അഗ്നിയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിനെ മാറ്റി വെളിച്ചം നൽകുവാൻ നമ്മൾ ദേവിക്ക് അഗ്നിയാണ് സമർപ്പിക്കുന്നത്. പിന്നെ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി നൽകുന്നതിൽ എപ്പോഴും അമാവാസി, അങ്ങ് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലൊക്കെ അമാവാസിക്കാണ് ബലിതർപ്പണങ്ങൾ കൂടുതൽ നടക്കുന്നത്. അപ്പോൾ അമാവാസി നാളിൽ ഇവിടെ വന്ന് സാക്ഷാൽ കാലകാലേശ്വരനെ ഭജിച്ചാൽ നമ്മുടെ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി കിട്ടും. പിന്നെ അമാവാസി നാളിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ത്രികാല പൂജകളാണ്. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി ഈ 3 നേരത്തെയും പൂജകളാണ് ഇവിടെ നടക്കുന്നത് എന്നത് കൂടി ഒരു പ്രസക്തമായൊരു കാര്യമാണ്. ജീവിതത്തിൽ ഇരുട്ടാണ് കൂടുതൽ, വെളിച്ചമില്ല എന്ന് പല രീതിയിലും പരാതിപ്പെടുന്നവരാണ് നമ്മൾ മനുഷ്യരെല്ലാവരും. പക്ഷേ ദൈവങ്ങളോട് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആ ഇരുട്ടിനെ അകറ്റി, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു ഇരുട്ടിന് ശേഷം വെളിച്ചമെന്ന ഒരു സങ്കല്പം കൊണ്ടുവരാൻ ഈശ്വര സാന്നിധ്യത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ അമാവാസി നാളുകളിലും ഈ ക്ഷേത്ര നട തുറക്കുന്നതും ആ ഒരു അനുഗ്രഹം ജനങ്ങളിലേക്ക്, ഭക്തരിലേക്ക് എത്തിക്കാൻ തന്നെയാണ്. ഇതുവരെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവർ ഇനി എല്ലാ അമാവാസി നാളുകളിലും ഈ ക്ഷേത്രത്തിലേക്ക് വരിക. ജീവിതത്തിലേക്ക് ഒരു ഇരുട്ടിന് ശേഷമുള്ള പ്രകാശത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുക. അത്രമാത്രം പവിത്രമായ ഒരു ഇടമാണ് മഹാകാളിക ധർമ്മസ്ഥല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രവും ഈ പ്രദേശവും.